ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ച ദുരന്തത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഒരു വളവിന് തൊട്ടു മുമ്പാണ് അപകടം സംഭവിച്ചത്. ഗുരുമന്ദിരത്തിന് അടുത്തായിരുന്നു അപകടം. തെലങ്കാനയിൽ നിന്നെത്തി ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയവരുടെ ബസ്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. അമിത വേഗതയിലെത്തിയ കാർ ദിശ മാറി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇതു കണ്ടാണ് കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് കാരണമെന്ന വിലയിരുത്തലിൽ പോലീസും എത്തിച്ചേർന്നിരിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ 4:30 പത്തനംതിട്ട കൂടൽമുറിഞ്ഞകല്ലിലുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, മരുമകളായ അനു, അതുപോലെ അനുവിന്റെ ഭർത്താവ് നിഖിൽ, അനുവിന്റെ അച്ഛൻ ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. ഇതിൽ അനുവും നിഖിലും മലേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയതാണ്. ഇവരെ വിളിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങുകയായിരുന്നു കാർ എന്നാണ് പോലീസ് പറഞ്ഞത്. മല്ലശ്ശേരി സ്വദേശികളാണ് മരിച്ചത്. അനുവും നിഖിലും ഭാര്യ ഭർത്താക്കന്മാരാണ്. അടുത്തായിരുന്നു വിവാഹം. മലേഷ്യയിൽ ഹണിമൂൺ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. അനുവും നിഖിലും ഒരു പ്രദേശത്തുള്ളവരാണ്. വിവാഹം കഴിഞ്ഞ് 2 ദിവസത്തിനകം തന്നെ ഇവർ മലേഷ്യയിലേക്ക് പോയിരുന്നു. അനുവിന്റെ പിതാവാണ് ബിജു. നവംബർ 30-നായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം. മധുവിധുവിന് മലേഷ്യയിൽ പോയതിനു ശേഷം മടങ്ങിയെത്തിയ അനുവിനെയും നിഖിലിനെയും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ബിജുവും ഈപ്പൻ മത്തായിയും. എന്തായാലും മക്കൾക്കൊപ്പം തന്നെയാണ് ഈ അച്ഛന്മാരും ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. അതേസമയം മുൻവശം ആകെ തകർന്ന നിലയിലായിരുന്നു കാറിന്റെ. കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അതേസമയം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴും അനുവിന് ജീവനുണ്ടായിരുന്നു. പിന്നീടാണ് അനു മരിച്ചത്. ബിജുവും ഈപ്പൻ മത്തായിയുമായിരുന്നു കാറിന്റെ മുൻസീറ്റിൽ ഉണ്ടായിരുന്നത്. അനുവും നിഖിലും പിൻസീറ്റിലാണ് ഉണ്ടായിരുന്നത്. എയർ ബാഗ് ഒന്നുമില്ലാത്ത പഴയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ പൂർണ്ണമായും തകർന്നു. തലകീഴായി കിടന്ന നിലയിലാണ് നിഖിലിനെ പുറത്തെടുത്തത്. അപകടം നടന്ന ആളുകൾ ഓടിക്കൂടുമ്പോൾ അനുവിന് ജീവനുണ്ടായിരുന്നു. കാറിന്റെ ഒരു ഡോർ മാത്രമാണ് അപ്പോൾ തുറക്കാൻ കഴിയുമായിരുന്നത്. അതിലൂടെ അനുവിനെ വേഗം പുറത്തേക്കെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ എത്തിയതും അനു മരിച്ചു. ബാക്കിയുള്ളവരെ കാർ വെട്ടിപ്പൊളിച്ച് പുറത്തേക്കെടുത്തു. അപ്പോഴേക്കും അവർ മരിച്ചിരുന്നു. അപകടങ്ങൾ ഏറെ ഉണ്ടാകുന്ന റോഡാണ് പുനലൂർ മൂവാറ്റുപുഴ പാത. പുതിയതായി നിർമ്മിച്ചതാണ്. എന്നാൽ ഈ മേഖലയിലെ അപകടങ്ങളിൽ മരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമിത വേഗതയും ഇറക്കവും തന്നെയാണ് ദുരന്ത കാരണമെന്ന വിലയിരുത്തലാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ്. കൂടൽമുറിഞ്ഞകല്ലിൽ ശബരിമല ഭക്തർ സഞ്ചരിച്ച മിനി ബസ്സിലേക്ക് എതിർദിശയിൽ വന്ന കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. പുലർച്ചെ 4:15-നായിരുന്നു അപകടം സംഭവിച്ചത്.